നമസ്കാരം. പെരിനാറ്റൽ സൈക്കോസിസ് എന്നത് ഗുരുതരമായൊരു മാനസിക രോഗാവസ്ഥയുടെ പേരാണ്. ഇപ്പോഴത് ഞങ്ങളുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാം. ഞങ്ങൾ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യും വരെ അധികമാർക്കും ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പ്രസവാനന്തര വിഷാദ രോഗം മൂർച്ഛിച്ച് ഇങ്ങനൊരു ഗുരുതര മാനസികാവസ്ഥയുടെ പിടിയിൽപ്പെട്ട് നവജാത ശിശുക്കളെ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുക പോലും ചെയ്യുന്ന അമ്മമാരുടെ തുടർ ദുരിത ജീവിതത്തെക്കുറിച്ച് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 ദിവസമായി. പലരും അത്ഭുതത്തോടെയും ആശങ്കയോടെയും ഞങ്ങളുടെ ആ വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്. അനേകം പേർ ഞങ്ങളെ വിളിക്കുന്നു, പലയിടങ്ങളിലായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പെരിനാറ്റൽ സൈക്കോസിസ് അവസ്ഥയിലെത്തിയ അമ്മമാരാൽ കൊല്ലപ്പെട്ട 112 കുഞ്ഞുങ്ങളുടെ കേസുകളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഫൗസിയ മുസ്തഫ വിശദമായി പരിശോധിച്ചത്. ഉള്ളിലേക്കുന്ന റിപ്പോർട്ടുകളാണ് അങ്ങനെ ഉണ്ടായി വന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ അല്പസമയം, അരമണിക്കൂറോളം നീളുന്ന ഇന്നത്തെ ഈ ചർച്ച. പെരിനാറ്റൽ സൈക്കോസിസിനെ കുറിച്ച് പൊതുസമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ നിയമ, പോലീസ്, ആരോഗ്യ സംവിധാനങ്ങൾ ഇക്കാര്യങ്ങളെ കൂടെ മനസ്സിലാക്കി മാറേണ്ടതല്ലേ? ഇക്കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നമ്മോടൊപ്പം ഈ അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുൻ ആരോഗ്യമന്ത്രി, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി KK ശൈലജ ടീച്ചർ കണ്ണൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. IMAയുടെ വക്താവ് ഡോക്ടർ സുൽഫി നോഹു, അദ്ദേഹം ഇത്തരം സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്നയാളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുക. എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ ഈ റിപ്പോർട്ടുകൾ വളരെ സമയമെടുത്ത് കഠിനാധ്വാനം ചെയ്ത് തയ്യാറാക്കിയ ഫൗസിയ മുസ്തഫ എനിക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീമതി KK ശൈലജ ടീച്ചർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി. തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ടീച്ചർ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വാർത്താ സീരീസ് ഏതാണ്ട് 8 ദിവസത്തോളമായിട്ട് ഞങ്ങൾ അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 16 സ്റ്റോറികളോളം, 16 പേരുടെ 16 സംഭവങ്ങളുള്ള ഇതുമായി ബന്ധപ്പെട്ട പെരിനാറ്റൽ സൈക്കോസിസ് എന്ന രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അതിൽപ്പെട്ട് ബുദ്ധിമുട്ടിലായി കുഞ്ഞുങ്ങളെ കൊല്ലുകയും മറ്റും ഇതെന്ന് സംശയിക്കുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറികൾ വന്നിട്ടുണ്ട്. ടീച്ചർ ഈ സ്ത്രീ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തിലെ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ വലിയ ആലോചനകളൊക്കെയുള്ള, അനുഭവങ്ങളൊക്കെയുള്ള, നിരന്തരമായിട്ട് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആൾ കൂടെയാണുള്ള ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലക്ക് കൂടെ ഏത് നിലക്കാണ് ടീച്ചർക്ക് ഈ വാർത്തകൾ കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭവം? അതായത് ഇതൊരു കുറ്റകൃത്യമായിട്ട് ആണ് ആദ്യമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ കാരണവും ഒന്നും വിശകലനം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇന്നത്തെ ലോകത്തിന് അറിയുന്നതാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് പൊതുവേ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും, കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ. പ്രസവാനന്തരം നടത്തുന്ന വലിയ ശുശ്രൂഷകളുണ്ട് ഒരു സ്ത്രീക്ക്. അത് അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവും കൂടെ. അപ്പോൾ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി ചിലത് പൂർണ്ണമായി ശാസ്ത്രീയമായിരിക്കണം എന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും അറിയാനും കുഞ്ഞിൻ്റെ സംരക്ഷണം എല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അണുകുടുംബമായി മാറിയതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ സമയത്തോ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന സമയത്തോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അത് കുഞ്ഞിൻ്റെ അമ്മയിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ പലയിടത്തും ഉണ്ടാകുന്നു. അമ്മമാരെന്ന് പറയുന്നത് ചെറിയ പ്രായക്കാരാണ്, പ്രായപൂർത്തിയായിട്ടൊക്കെയാണ് പ്രസവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ 18 വയസ്സ് കഴിഞ്ഞാലും അവരെല്ലാം പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്ന കുട്ടികളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ പ്രായം, മനുഷ്യൻ്റെ പുരുഷായുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിതായുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 40-50 വയസ്സാകുമ്പോഴും യുവത്വം നിലനിൽക്കുന്നു എന്ന തോന്നലാണ് മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു 18-20 വയസ്സൊക്കെ വളരെ ഒരു കുട്ടിത്വത്തിലുള്ള ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ പല പെൺകുട്ടികൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ചിലരിലത് വളരെ ചെറിയ അളവിൽ ചെറിയൊരു വിഷാദമായിട്ട് അതങ്ങ് ഒതുങ്ങും. അതിനെ അവർ റിക്കവർ ചെയ്യും വേഗം. കുഞ്ഞുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കുകയും കുഞ്ഞിൻ്റെ കളിചിരികളും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് അവരിലൊരു ഉത്തരവാദിത്വ ബോധം വരും. എന്നാൽ എല്ലാവർക്കും അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. വളരെ മൈൽഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വിഷാദം അത് അവസാനം ഒരു സൈക്കോസിസ് തലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടറിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള നടപടികളെടുത്താൽ
ഇത് ഒരു അസുഖമായിട്ട് വളർന്നു വരാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് മുൻപും പ്രസവത്തിന് ശേഷവുമുള്ള വലിയ ബോധവൽക്കരണം, ആവശ്യമായിട്ടുള്ള അറിവ് പകരൽ, അതൊക്കെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ കുറ്റകൃത്യം പലപ്പോഴും നടക്കുകയാണ്, ഒരു തരം എനിമിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് കുഞ്ഞിനോട്. അത് താൻ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ തനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള തോന്നലോ അതങ്ങനെ പറയുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു തോന്നലിൽ നിന്ന് ഈ കുഞ്ഞൊരു അധിക പറ്റാണെന്ന തോന്നലിലേക്ക് ചിലപ്പോൾ ചില പെൺകുട്ടികളുടെ മനസ്സ് എത്തിച്ചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ നാട്ടുപുറത്തൊക്കെ പണ്ടേ ഉണ്ടാകാറുണ്ട്. ചിലരിങ്ങനെ ഈറ്റുപ്രാന്ത് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ അത് കുറച്ച് കൊണ്ടുവരാനുള്ള, ഈ വിഷമം ഒഴുക്കി വിടാനുള്ള വഴികൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇത് അധികരിച്ച് ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് മാറിപ്പോവുകയും അത് ഇതുപോലെ കുഞ്ഞിനെ തന്നെ നശിപ്പിക്കുന്ന കുറ്റകൃത്യമായി മാറുകയും ചെയ്യുന്ന കേസുകളുണ്ട്. എല്ലാ കേസുകളും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള കേസുകളും ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ നല്ലൊരു അനാലിസിസ് നടത്തുകയും എന്താണ് അതിന് പ്രതിവിധി എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പെരിനാറ്റൽ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാവണം. അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകണം. അവിടെ ടീച്ചർ, ഇതിപ്പോൾ നമ്മളൊരു കുടുംബ സംവിധാനങ്ങളിൽ വന്നൊരു അണുകുടുംബാവസ്ഥയും ഒക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള അമ്മമാർ, അവരെ പ്രസവാനന്തരം നേരത്തെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയില്ല. കുട്ടികൾ തന്നെ, പ്രത്യേകിച്ചും ഈ ഫൗസിയ റിപ്പോർട്ട് ചെയ്ത പല കേസുകളിലും ഭർത്താക്കന്മാരും ഭർത്തൃ കുടുംബവും ഒക്കെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ വേണ്ടത്ര സഹകരണത്തോടെയൊക്കെ ജീവിക്കാത്ത ആളുകളൊക്കെയാണ് ഇത്തരം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്നപ്പെടുകയും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയിലേക്കൊക്കെ ചെന്നപ്പെടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ പൊതുസമൂഹത്തിന് ഇത്തരം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ, പ്രത്യേകിച്ച് മാനസികാരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതല്ലേ? എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങൾക്ക്, ആരോഗ്യ സംവിധാനങ്ങൾക്ക്, ആശുപത്രികൾക്ക് ചുറ്റുപാട് നിൽക്കുന്ന അമ്മമാരടക്കമുള്ള കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, അങ്ങനെ പൊതുസമൂഹത്തിനാകെ തന്നെയും ഇങ്ങനൊരു രോഗാവസ്ഥയുണ്ട്, ഒരു മാനസിക പ്രശ്നാവസ്ഥയുണ്ട്, പ്രസവാനന്തരം ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ സമൂഹത്തിൻ്റെ ആകെ തന്നെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് വരിക, ആരോഗ്യ സംവിധാനങ്ങൾ പെരിനാറ്റൽ സൈക്കോസിസ് എന്നൊരു അവസ്ഥയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അതിൻ്റെ ഇല്ലായ്മ കൂടെ ഇതൊരു പ്രശ്നമാകുന്നില്ലേ? തീർച്ചയായും അതിന് സാധിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു പൊളിറ്റിക്സ് തന്നെയാണ്, പക്ഷേ കക്ഷി രാഷ്ട്രീയമാണോ എന്ന് തോന്നിപ്പോകാൻ ഇടയുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ മാത്രമേ ജനിച്ചു വീഴുന്ന കുഞ്ഞ് സമൂഹത്തിൻ്റെ ആകെ ഒരു സമ്പത്താണ് എന്ന് വെച്ചാൽ അത് സമൂഹത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള അർത്ഥത്തില്ല. അങ്ങനെയാണ് ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുക, സംശയം തോന്നുന്നത് ചിലർക്ക്. പക്ഷേ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് നല്ല പൗരനായി വളർന്നു വരാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് സോഷ്യലിസത്തെക്കുറിച്ച് വാദോരാതെ പറയുന്നത്. ഒരു മുതലാളിത്ത രാജ്യത്തിൽ വ്യക്തിക്ക് അത്തരത്തിലുള്ള പ്രാധാന്യം പലപ്പോഴും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് വളരെ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത് അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത്. വ്യക്തിപരമായ ശ്രദ്ധ എല്ലാവർക്കും കിട്ടുന്ന അവസ്ഥ വരുന്നില്ല, അത് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ കേരളത്തിൽ കുറേയെങ്കിലും പൊതുജനാരോഗ്യ ശൃംഖലയുണ്ട്. ആ പൊതുജനാരോഗ്യ ശൃംഖലയെ നമ്മൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണെന്നൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രാമീണ തലത്തിലേക്ക് വരെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളുടെയും കണക്കെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സ്വതന്ത്ര രാജ്യത്ത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയെല്ലാമുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടായാലും അതൊന്നും എണ്ണപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയുണ്ട്. അപ്പോൾ വലിയ തോതിൽ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം നേരിടുന്നുണ്ട്. അതിന് പ്രതിവിധി ഒന്നു മാത്രമേ ഉള്ളൂ. അതായത് ഈ സമൂഹത്തെ എല്ലാ മനുഷ്യർക്കും ശ്രദ്ധ കിട്ടുന്ന സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമല്ല. രാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു, രാജ്യത്തിൻ്റെ പോളിസി എന്താണ്, അതെല്ലാം ഒരു വിഷയമാണ്. പ്രയോറിറ്റി എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ദാരിദ്ര്യം, അതുപോലെ തന്നെ മറ്റ് തൊഴിലില്ലായ്മ, ഇതൊക്കെ ഇതിൻ്റെ ഘടകമായിട്ട് വരും. പലതരത്തിൽ അസ്വസ്ഥമാകുന്ന മനസ്സാണ് പ്രസവത്തിന് ശേഷം കുഞ്ഞുകൂടി വരുമ്പോൾ ഇത് താങ്ങാനാവാത്ത ഒരു തരം മാനസികാവസ്ഥയിലേക്ക് ചെല്ലുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സമൂഹമാണെങ്കിൽ അത്രത്തോളം അപകടത്തിലേക്ക് പോവില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ നമുക്ക് ശക്തമായ പൊതുജനാരോഗ്യ ശൃംഖല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴെത്തട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി പരിവർത്തനം ചെയ്യാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കരുതിക്കൂട്ടി ചെയ്തതാണ്. അതിൽ വെറുതെ പേരുകൊണ്ട് FSC ആയിട്ട് മാറ്റുകയല്ല, PHCകളിൽ കുറേയും കൂടി ക്ലിനിക്കുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഉച്ചവരെ മാത്രം ഉണ്ടായിരുന്ന PHCകൾ വൈകുന്നേരം വരെ OP ഇടുക, ജനങ്ങൾക്ക് വൈകുന്നേരം വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാവുക. ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടറെ നിശ്ചയിച്ചിരുന്നു. ക്ലിനിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജനങ്ങളുടെ മാനസികാരോഗ്യം പരിശോധിക്കാനുള്ള ആശ്വാസ് ക്ലിനിക്കാണ്. ഒരു പഞ്ചായത്തിൽ ഗവൺമെൻറ് തലത്തിലൊരു ആശ്വാസ് ക്ലിനിക്ക് നേരാവണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഗ്രാമത്തിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി വലിയ സമ്പന്നരാണെങ്കിൽ ഏതെങ്കിലും വലിയ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. പക്ഷെ നാട്ടിൻപുറത്തെ സാധാരണക്കാർക്ക് ആശ്വാസ് ക്ലിനിക്കുകൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ ശരി ടീച്ചർ, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. എനിക്കൊന്ന് മറ്റതിലേക്ക് കൂടെ പോകാൻ. ടീച്ചർ ഈ പറയുന്നത് നിശ്ചയമായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ, പൊതുസമൂഹത്തിൻ്റെ പൊതു സംവിധാനമാകെ തന്നെയും ആ നിലയിലേക്ക് മാറുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഹോർമോണൽ പ്രശ്നങ്ങൾ, ആരോഗ്യം, അവരവരുടെ ശാരീരിക ആരോഗ്യത്തിൻ്റെ നില പോലുള്ള ചില ശാസ്ത്രീയ സംഗതികൾ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടില്ലേ, അല്ലെങ്കിൽ കാരണമാവുന്നില്ലേ എന്ന ചോദ്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, ടീച്ചറിലേക്ക് തന്നെ ഒന്നുകൂടെ വരാം. ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹു കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ സുൽഫി, ഞാൻ ഈ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന പേര് അല്ലെങ്കിൽ പ്രയോഗം ആദ്യമായിട്ട് കേട്ടത് ഈ വാർത്ത ഫൗസിയ മുസ്തഫ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ തൊട്ടാണ്. എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിൻ്റെ ആകത്തിൻ്റെ നില അങ്ങനെയായിരിക്കും. നമ്മൾ പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ സമീപകാലത്ത് പൊതുസമൂഹമാകെ അറിയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ അതിങ്ങനെ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു തീവ്രാവസ്ഥയിൽ കൂടെയാണ് ചെയ്യുന്നത്, അത്തരം കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് എന്നത് ആ നിലക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ കൊന്ന അമ്മമാർ എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയും മറ്റു പല കാരണങ്ങളും, മറ്റ് കാമുകന്മാരുടെ കൂടെ പോകാനും ഈ ഭർത്താക്കന്മാരോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന നിലക്കുള്ള റിപ്പോർട്ടുകളായിരുന്നു വരാറുണ്ടായിരുന്നത്. നിങ്ങൾ ഈ മെഡിക്കൽ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് നേരത്തെ തന്നെ അറിവുള്ളൊരു സംഗതി ആയിരുന്നോ ഇത്? എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു ചർച്ചാ വിഷയമായി മാറാതിരുന്നത്? ഡോക്ടർ സുൽഫി നൂഹു. പെരിപ്പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന എൻറ്റിറ്റി എത്രയോ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇതുപോലെയുള്ള വളരെ കുറച്ച് ആൾക്കാരെ എങ്കിലും, വളരെ ഗുരുതരമായിട്ടാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാരെ ബാധിക്കുന്ന ഈ ഒരു അസുഖം പൊതുസമൂഹവും മീഡിയയും ഒക്കെ ചർച്ച ചെയ്യുകയും ആ കാര്യത്തിലൊരു കൂടുതൽ അവയർനെസ് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് ഇത്തരം ചർച്ചകൾ വളരെയധികം പ്രയോജനം ചെയ്യും. അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കാരണമാകും. ഈ ഒരു എൻറ്റിറ്റി വളരെ വളരെ കാലങ്ങളായിട്ട് നിലവിലുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു അവയർനെസ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിലുള്ള മറ്റാൾക്കാർക്കൊക്കെ ഇത്തരം ഒരു അവയർനെസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പണ്ടുകാലങ്ങളിലും ഈ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഉൾനാടുകളിലുമൊക്കെ തന്നെ ഇതിനെ മറ്റെന്തെങ്കിലും ഒരു ലോക്കൽ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന അസുഖത്തെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പം പലപ്പോഴും ഇത് ചുരുക്കം ചില ആൾക്കാർ, ഇത് 3 തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് ശേഷമുള്ള ഒരു ദുഃഖമെന്ന് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന അസുഖം ഒരുപാട് പേരെ ബാധിക്കാറുണ്ട്. 80% അത് വളരെ മൈൽഡായിട്ട് പോകും. ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥ അതൊക്കെ പെട്ടെന്ന് മാറും. അതിലാണ് പലപ്പോഴും ഇപ്പോൾ സ്റ്റാഫ് നഴ്സുമാർ അല്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ സഹായിച്ചു കൊടുക്കുമ്പോൾ അത് മാറിപ്പോകുന്നതാണ്. ഒരു 80% ആൾക്കാരെ ബാധിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം ആൾക്കാർ ഒരു ഗുരുതരമായ രീതിയിലേക്ക് പോകാറില്ല. ഒരു വിഭാഗം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്കും വളരെ ഗുരുതരമായ രീതിയിലേക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ അപൂർവമായ ആൾക്കാരൊക്കെ പോകാറുണ്ട്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗമാണ് പലപ്പോഴും സ്വയം ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു നമ്മുടെ അണുകുടുംബത്തിലേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല മൈക്രോ അണുകുടുംബമായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും ചുരുങ്ങിയിരിക്കുന്നു. വീടുകളിൽ ഇപ്പം അച്ഛനും അമ്മയും 2 കുട്ടികളും എന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം അവർ പോലും അവരുടെ മൊബൈൽ ഫോണിലേക്കും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും അവരുടെ സ്വന്തം ആയ രീതികളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളും അത് തന്നെ പെൺകുട്ടികൾ ഇത്തരം ഒരു രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിപ്പോകാതിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസും ഒക്കെ വളരെ ചെറിയ തോതിലാണെങ്കിലും കൂടി വരുന്ന ഒരു
അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നാം ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഡിപ്രഷനും അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരുപക്ഷെ നമ്മുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ഒരുപക്ഷെ സൈക്യാട്രിക് കൗൺസിലിംഗ് വേണ്ടെങ്കിൽ അവർക്കും കൂടി ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും. അതാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ. ഈ അവബോധമുണ്ടാക്കുക എന്നത് ഫൗസി, അത് നമ്മുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അവബോധമുണ്ടാക്കുക എന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 8 ദിവസമായിട്ട് ഏതാണ്ട് 16 വാർത്തകളോളം സ്റ്റോറികളോളം കൊടുത്തു. ആ നിലക്കുള്ള പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. വളരെ വലിയ ആളുകളും വളരെ ചെറിയ ആളുകളും. പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു അമ്മ എന്നോട് വിളിച്ചിട്ട് പറയാണ് 36 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുഞ്ഞിനെ അവർ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ ഹോസ്പിറ്റലൈസായി അസുഖമായിട്ട് ഈ അടുത്ത കാലത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മകളോട് ഈ സത്യം പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം ഒരു അകൽച്ച മകൾക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവരുടെ സംശയം എന്തായിരുന്നു വെച്ചാൽ എന്തിനായിരുന്നു ഞാൻ ആ മകളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സംശയമല്ല, ചോദ്യമായിട്ട് ഇങ്ങനെ കിടന്നിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട് എന്നാണ് അറിയിച്ചത്. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് തോന്നുന്നു ആ വാക്കുകൾ. അതാണ് ആ അർത്ഥത്തിൽ വലിയ തോതിൽ ആളുകൾക്ക് അവബോധം മാത്രമല്ല, എന്തുകൊണ്ട് താനത് ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു തോന്നലുണ്ടായ ഒരു ഭീതിയിൽ ഇത്രയും 36 വർഷക്കാലം ജീവിച്ച ആൾക്കൊരു മറുപടി കിട്ടിയിരിക്കുന്നു എന്നത് അതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീമതി ശൈല ടീച്ചർ, അവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ സമൂഹത്തിൻ്റെ ഒരു അവബോധ പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇപ്പം ഡോക്ടർ അത് ചൂണ്ടിക്കാണിച്ചു, ഡോക്ടർ സുൽഫി നോഹുവും. സമൂഹം അണുകുടുംബമാവുകയും ആളുകളിലേക്ക് വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ എത്താത്തതും ഒരു പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ തന്നെയും വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അവരവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രസവകാലത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ഇതൊക്കെ ഒരു കാരണമാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ എത്ര സൗകര്യത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാം എന്നൊരു അവബോധം സമൂഹത്തിനകത്ത് ഉണ്ടാക്കുക എന്നത് പ്രധാനമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ആദ്യ ദിവസത്തെ റിപ്പോർട്ടിൽ തന്നെ ഒരു ഉമ്മ, അതായത് കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിയുടെ ഉമ്മ, ഈ കൊലപാതകിയായി മാറിയ ഈ നവജാത ശിശുവിൻ്റെ അമ്മയുടെ അമ്മ, അവർ പറയുന്നത്, കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഫൗസിയോട് പറയുന്നത്, ഡോക്ടറോട് ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടിക്കൊരു വിഷാദ രോഗം പ്രശ്നമുണ്ട്, ഒന്ന് നോക്കൂ ഡോക്ടർ എന്ന്. പക്ഷേ ഡോക്ടർ ആ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ആളുകൾക്ക്, നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ, മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ വേണ്ട അവബോധം ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീമതി ശൈല ടീച്ചർ? തീർച്ചയായിട്ടും അത് ആരോഗ്യ സമൂഹത്തിനുണ്ടാകണം, ഹെൽത്ത് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആയിട്ടുള്ള വിഭാഗത്തിന് അതുണ്ടാകണം, നല്ല ധാരണയുണ്ടാവണം, പൊതുസമൂഹത്തിനും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് സാഹസികമായിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിന് വളരെ പരിമിതമായി കിട്ടുന്ന ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ പണവും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് ഇതെല്ലാം മെച്ചപ്പെടുത്താൻ തികയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പോളിസി മാറുമ്പോഴേ തൃപ്തികരമായി നമുക്കിത് വികേന്ദ്രീകരിച്ച് ജനങ്ങളിലാകെ എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് നല്ല തോതിലുള്ള ബോധവൽക്കരണം താഴെ തട്ടിലോളം നടത്താൻ സാധിക്കും. ഇപ്പോൾ ആശുപത്രികളെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഗവൺമെൻറ് ആശുപത്രികൾ നേരത്തെ 2016 33% ആളുകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിരുന്നുള്ളൂ. മറ്റുള്ളവർ പണം കൊടുത്ത് പുറത്തു പോവുകയായിരുന്നു പതിവ് പ്രൈവറ്റിൽ. എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മെച്ചപ്പെട്ടപ്പോൾ, അവിടെ പശ്ചാത്തല സൗകര്യവും കുറച്ചുകൂടി ഹ്യൂമൻ റിസോഴ്സും ഒക്കെ കൊടുത്തപ്പോൾ 50%-ലേറെ ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായി വീണ്ടും ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെടുകയാണ്. നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുമായിട്ട് ഒരിക്കലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഒരു ഡോക്ടർ ഒരു 50-60 പേഷ്യൻസിനെ നോക്കിയാൽ അവരുടെ ഉത്തരവാദിത്വം തീരും, കൂടി വന്നാൽ 100. പക്ഷേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 200, 300, 400, ചില ദിവസം 500 പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടി വരുന്ന ഡോക്ടർമാരുണ്ട്. സർജറി വിഭാഗത്തിലൊക്കെ 60-70 സർജറി ഒരു ദിവസം നടത്തുന്ന, വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടറുടെ മാനസികാവസ്ഥ തന്നെ വലിയ കഷ്ടത്തിലാവുകയാണ്. ഇത് കുറേയും കൂടി വികേന്ദ്രീകൃതമാക്കി ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത് കുറേയും കൂടി താഴെ തട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ കുറച്ചും കൂടി സമയം നമുക്ക് ലഭ്യമാകും. അപ്പോൾ കുറേയും കൂടി സൗകര്യവും വരുന്ന പേഷ്യൻസിനും ലഭ്യമാകും എന്നതാണ്. അതുകൊണ്ട് കരുതിക്കൂട്ടി ഒരു ആസൂത്രണത്തിലൂടെ ഈ പ്രശ്നങ്ങൾ വേർതിരിച്ച് ഓരോ പ്രശ്നവും എവിടെ ചെല്ലണം എന്ന് ജനങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ചാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കും. ചിലപ്പോൾ ഡോക്ടർമാർ 10-100 പേഷ്യൻസിനെ നോക്കുന്നതിനിടയിലായിരിക്കും ഈ ഡിപ്രഷനുണ്ട്,
അത് അദ്ദേഹത്തിൻ്റെ വകുപ്പായിരിക്കില്ല കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോഴാണ് ചിലപ്പോൾ അശ്രദ്ധ വരുന്നത്. അതല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള നെഗ്ലിജൻസ് ഉണ്ടാവാറുണ്ട്, അത് കുറ്റകൃത്യമാണ്. അതായിരിക്കണം എന്നില്ല എപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യം ചെയ്യാം. ഒന്ന്, എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പ്രസവിച്ച ഉടനെ ഒരു കുട്ടിക്ക് മാനസികാസ്വസ്ഥതയുണ്ടെന്നൊരു അമ്മ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആവണം. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ അവർക്കൊരു വർക്ക് ബേർഡൻ ആവാതെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനവും ആശുപത്രികളിൽ ഉണ്ടാകണം. ഇത് രണ്ടും കൂടി നമുക്ക് സംവിധാനം ചെയ്താൽ കഴിഞ്ഞാൽ പ്രശ്നത്തിന് കുറേ പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ തിരിച്ചു വരാം ശൈലജ ടീച്ചർ. ഇവിടെ ഡോക്ടർ സുൽഫി നൂഹു, ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതായത് മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് നിശ്ചയമായിട്ടും ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന ഒരു മാനസികാരോഗ്യ നില, പ്രസവാനന്തരം ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകാം സ്ത്രീകൾ എന്ന തിരിച്ചറിവ്, അതിനുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ടാകാം. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അത് അറിയില്ല. അല്ലെങ്കിൽ പ്രസവിക്കാൻ വരുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള അമ്മമാർക്കോ അവരെ കൊണ്ടുവരുന്ന അവരുടെ അമ്മമാരടക്കമുള്ള രക്ഷിതാക്കൾക്കോ ഇതറിയില്ല എന്നൊരു സാഹചര്യത്തെ മറികടക്കാൻ IMA പോലുള്ള സംവിധാനങ്ങൾ ഇടപെടേണ്ടതല്ലേ? എങ്ങനെ ഇടപെടുന്നുണ്ടോ? ഇത് ഒരു തിരിച്ചറിയാത്ത ഡോക്ടർമാർ പോലും ഉണ്ട്. പോലീസ് സംവിധാനത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ആരോഗ്യ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെയും വേണ്ട അവബോധമില്ലാത്ത സാഹചര്യമുണ്ട് എന്ന് വരുന്നത് കഷ്ടമല്ലേ? അതെങ്ങനെ മാറ്റാൻ പറ്റും? ഇത്തരം മെഡിക്കൽ വിദ്യാഭ്യാസം എപ്പോഴും അങ്ങനെയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം. അതായത് പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻസിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ മെഡിക്കൽ കരിക്കുലത്തിനകത്ത് തന്നെ ഇവർക്കുള്ള ടീച്ചിങ് പ്രോസസ്സ് ഇത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ശൃംഖല കണ്ടെത്തുന്നത്. IMA പോലെയുള്ള മറ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അസോസിയേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈവൻ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ സൈക്യാട്രി അസോസിയേഷനും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ ഡിസ്കഷൻസും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. വീണ്ടും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർക്കുണ്ടാകുന്ന വർക്ക് ലോഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രോഗിക്ക് നമുക്കൊരു 10 മിനിറ്റ് നൽകാൻ കഴിയണം. ആ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഉയരേണ്ടതായിട്ട്, അത് സ്വകാര്യ ആശുപത്രികളിലും അതെ, പ്രൈവറ്റ് ആശുപത്രികളിലും അതെ, സർക്കാർ സംവിധാനങ്ങളിലും അതെ, രോഗിക്ക് ഒരു 10 മിനിറ്റ്, ഒരു രോഗിക്ക് പുതിയ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കാണുന്ന രോഗിയെ സംബന്ധിച്ചോളം ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റ് നൽകണം. അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് രോഗിയെ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കാഷ്വൽ കമൻറ്റ് അല്ലെങ്കിൽ പാസ് ഓൺ ചെയ്തു പോകുന്ന കുട്ടിക്ക് മുമ്പ് എന്തോ ഒരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള സാഹചര്യവുമോ അവസരമോ സമയമോ കിട്ടാത്ത അവസ്ഥയുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കേണ്ടത്, ടീച്ചർ പോലെയുള്ള ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യ രംഗത്തേക്ക് നൽകുന്ന ഇതിനെല്ലാത്തിനും വേണം, എന്താ പറയുക, ഈ പണത്തിന് മേൽ പരുന്തും പറക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഇപ്പോഴും 1% അല്ലെങ്കിൽ 1.5% ചുറ്റുവട്ടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സാഹചര്യം മാറിയിട്ട് അത് ലോകാരോഗ്യ സംഘടന വിഭാവന ചെയ്യുന്നത് പോലെ 4% എത്തിച്ചേരുന്ന ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മാനവശേഷി കൂട്ടാൻ കഴിയും, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടാൻ കഴിയും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഉള്ള ജീവനക്കാരെ ഉപയോഗിച്ച്, ഡോക്ടർമാരെ ഉപയോഗിച്ച് മാക്സിമം ആൾക്കാരെ ചികിത്സിക്കാൻ അവർ നിർബന്ധിതരാകും. അടിസ്ഥാനപരമായി അവർക്കുള്ള ബഡ്ജറ്റ് വിഹിതം കൂട്ടിക്കൊണ്ട് 4% എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളും മറ്റ് പൊതു മേഖലയിലുള്ള മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടുതൽ വികസിപ്പിക്കുവാനും ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും, ഈ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ രോഗിക്ക് കൂടുതൽ കെയർ നൽകുവാൻ കഴിയും. ശരി, വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹു. ഞാൻ ഒന്നുകൂടെ ശ്രീമതി KK ശൈലജയിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീമതി ശൈലജ, അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഈ കണ്ട ഒരുപാട് അമ്മമാർ അനുഭവിക്കുന്നൊരു പ്രശ്നം അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട്, അവരുടെ മാനസികാരോഗ്യനില തകരാറിലായതിനെക്കുറിച്ച് കൊണ്ട് ഈ പെരിനാറ്റൽ സൈക്കോസിസിൻ്റെ അവസ്ഥയിൽ ചെന്ന് പെട്ടതുകൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളെ കൊന്നത്. പക്ഷേ അവരെ സ്വാഭാവികമായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, പോലീസ് സംവിധാനം കണക്കാക്കുക കൊലപാതകങ്ങളായിട്ടാണ്. നിശ്ചയമായിട്ടും അത് കൊലയാണ് അവർ നടത്തിയത്, കുറ്റവാളികളാണ്, കൊലപാതകങ്ങളാണ് അവർ. ആ നിലക്ക് തന്നെ അവരെ നിയമപരമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ആരോഗ്യം തകർന്ന, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും തകർന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ സ്ത്രീകളെ അതികഠിനമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനത്തിനകത്തുകൂടിയാണ് കൊണ്ടുപോകുന്നത്. പുറം രാജ്യങ്ങളിലൊക്കെ ചില സ്റ്റോറികൾ ഫൗസിയുടേത് അങ്ങനെയുണ്ട്. അത് പുറം രാജ്യങ്ങളിലൊക്കെ ചിലയിടത്തെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ പെട്ട സ്ത്രീകളെ
അവർക്ക് വേണ്ട ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവരുടെ മാനസികാരോഗ്യം തിരിച്ചു പിടിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് ഈ ജുഡീഷ്യൽ പ്രോസസ്സിനകത്തൂടെ അവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവരെ ഏതൊരു കൊലപാതകം നടത്തിയ ഒരാളെയും പോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. അതങ്ങനെ പോരാ എന്ന അഭിപ്രായം പല ഭാഗത്തും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. ശരിക്കും ഈ നിയമ വിചാരണകൾ ഈ ഒരു പെരിനാറ്റൽ സൈക്കോസിസ് അവബോധത്തോടെ നടത്തേണ്ടതല്ലേ? അഭിഭാഷകർക്കും അതിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കും പോലീസ് പോലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ അവബോധം ഉണ്ടാകേണ്ടതല്ലേ? അതിനുവേണ്ടി ഈ സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും എല്ലാം പ്രവർത്തിക്കേണ്ടതല്ലേ? നിയമങ്ങൾ കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ നല്ലതാണ്. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന എല്ലാ കേസും പ്രസവാനന്തരം ഉണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് വേറെ തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാകാം. മാനഭംഗം ചെയ്യപ്പെട്ടൊരു പെൺകുട്ടി, അതും ഒരു തരത്തിലുള്ള പെരിനാറ്റൽ സൈക്കോസിസ് ആയിട്ട് വരാറുണ്ട്. ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കാത്തൊരു കുഞ്ഞാണ്. അങ്ങനെയുള്ളൊരു ബോധവും അമ്മയെ ഇത്തരം കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കാം. മറ്റത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ടെൻഷനാണ്, ഒരു അസ്വസ്ഥതകളാണ്, അതും ഉണ്ടാവാം. എന്നാൽ അതുപോലെ തന്നെ കുഞ്ഞൊരു ശല്യമായിട്ട് മാറുന്നു തൻ്റെ സ്വൈര്യവിഹാരത്തിന് എന്ന് കരുതുന്ന അച്ഛനും അമ്മയും ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും വിവാഹേതര ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ശരിയല്ലാത്ത ഒരു രീതി ഉണ്ടാകുമ്പോഴോ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് കുറ്റകൃത്യമാണ്. സ്വന്തം താല്പര്യത്തിനും സൗകര്യത്തിനും വേണ്ടി മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? ഇവിടെയാണ് കോടതി മുമ്പാകെ ഈ കേസ് വരികയാണെങ്കിൽ വക്കീലന്മാർക്കൊക്കെ കൃത്യമായിട്ട് അത് വാദിക്കാൻ സാധിക്കുക. പോലീസും ഇത്തരം കേസ് അന്വേഷിക്കുന്ന സമയത്ത് വളരെ വളരെ വ്യക്തതയോടെ അന്വേഷണം നടത്തി ഒരു നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഈ പെൺകുട്ടിക്ക് പ്രസവത്തിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ, പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് മാനസികാവസ്ഥ ചേഞ്ചായത്, അതിന് കാരണമായിട്ട് എന്താണെന്നുള്ള അന്വേഷിക്കാൻ സാധിക്കും. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സ്പീക്കിംഗ് ആയിരിക്കും. അത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത് അത് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പാകെ തെളിവുകളാണ് പ്രധാനം. കോടതിക്ക് ഈ കേസ് പഠിക്കുമ്പോൾ വ്യക്തതയുണ്ടാകുമ്പോൾ കോടതിക്ക് ഒരു ഡിസ്ക്രിഷണൽ പവർ ഉണ്ട്. ആ ഡിസ്ക്രിഷണൽ പവർ ഉപയോഗിച്ച് പെട്ടെന്നുണ്ടായിട്ടുള്ള വ്യതിയാനമാണ് ഈ പെൺകുട്ടിയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് കണ്ടാൽ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറച്ച് കാണാനും ശിക്ഷ ഇളവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് തന്നെ അതിനൊരു വ്യക്തത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കോടതിയെ അതിനെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ വേണമെങ്കിൽ പോലീസിനും ഇത്തരത്തിലുള്ള നല്ല പാഠമുണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിന് ചിലർക്ക് ഇത് കേട്ടാൽ പോലും അറിയില്ല അങ്ങനെയൊന്നും ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തെ ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ വളരെ പ്രധാനമാണ്. ഇതുപോലെ പ്രധാനമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്. ചെറിയ നിസ്സാരമായ ചില പ്രശ്നങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള ഈഗോ വളർത്തുന്നതിനും പരസ്പര ശത്രുക്കളായി മനുഷ്യർ പെരുമാറുന്നതിനും കാരണമാകുന്നത്. എന്നാൽ ഇതിൻ്റെ മറവിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് കുറച്ച് കണ്ടുകൂടാ. അത് വേറെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഏതായാലും ഇങ്ങനെയൊരു ചർച്ച നിങ്ങൾ എടുത്തത് വളരെ നന്നായി. ഇങ്ങനെയൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാ ഇത്തരം കേസുകളും ഈ അമ്മ കൊടും പാതകിയാണ് എന്ന് പറയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അത്തരത്തിലുള്ള പെൺകുട്ടികളെ ആ മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് നല്ല അമ്മമാർ ആയിട്ട് മാറ്റുന്നതിനും നമുക്ക് സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. ഏതായാലും ഈ ഡിസ്കഷൻ ഫൗസിയ മുസ്തഫയ്ക്കും മലയാളം വളരെ നന്ദി ശ്രീമതി ശൈലജ ടീച്ചർ ഞങ്ങളോട് സംസാരിച്ചതിന്, ന്യൂസ് മലയാളത്തിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ന്യൂസ് മലയാളം ഇങ്ങനെയൊരു ചർച്ചാ വിഷയം കൊണ്ടുവന്നതിനെ ആ നിലക്ക് അഭിനന്ദിച്ചതിനും വളരെ നന്ദി. നമുക്ക് ഈ ഇന്നത്തെ സ്റ്റോറികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇനിയും ഗൗരവമുള്ള സ്റ്റോറികളിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലേ ഫൗസിയ? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അത് പൊതുജനങ്ങളുടെ ഒരു സംശയത്തിലേക്ക് കൂടി നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. കാരണം പെരിനാറ്റൽ സൈക്കോസിസ് എന്നുള്ളത് ഗർഭപാത്രമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പ്രസവിക്കുന്ന അമ്മമാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നായിരിക്കും പൊതുസമൂഹം ഇതുവരെയും കണക്കാക്കി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ അതങ്ങനെയല്ല, പുരുഷന്മാർക്കും വന്നിട്ടുണ്ട് എന്നുള്ള ലോകാരോഗ്യ സംഘടനയും വിദേശ മെഡിക്കൽ ജേണലുകളും ഇന്ത്യയിലെ നിംഹാൻസ് പോലുള്ള സ്ഥാപനങ്ങളും ശാസ്ത്രീയമായി പഠിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത്തരമൊരു കേസാണോ എന്ന് സംശയിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഈ പോസ്റ്റ് പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഈ അതീവ ഗുരുതരമായുള്ള മാനസിക രോഗാവസ്ഥ ഗർഭപാത്രമുള്ള സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കുന്നതാണ്. അങ്ങനെ അവരും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാറുണ്ട്. കപ്പിൾ ഡിസീസ് ആണിത്. കപ്പിൾ ഡിസീസ് ആയിട്ടാണ് വിദേശത്ത് അതിനെ പരിഗണിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ഒരു ഗർഭം ആ നിലക്കുള്ള വളരെ ഗൗരവത്തോടെയുള്ള അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് വഴിവെക്കുന്ന മറ്റ് സ്റ്റോറികളിലേക്ക് കൂടെ പോകാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി കെ ശൈലജ, ഒപ്പം ഡോക്ടർ സുൽഫി നോഹു, ഫൗസിയ, എല്ലാവർക്കും നന്ദി.